ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ റീസ്റ്റോറേഷൻ വർക്ക് പാർട്ട് 6 ആയിട്ടാണ്. പാർട്ട് 6 നമ്മൾ കഴിഞ്ഞ വീക്കിലാണ് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേങ്കിൽ കഴിഞ്ഞ വീക്കിൽ ചെറിയ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ എൻജിനും അതുപോലെ തന്നെ എൻജിൻ റൂമൊക്കെ നല്ല രീതിയിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എൻജിന് റെഡും അതുപോലെ തന്നെ സിൽവർ കളറുമാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് നമുക്ക് നിക്കിൾ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ വരുമ്പോൾ നമ്മുടെ പമ്പൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സിൽവർ കളറിൽ നല്ല ലുക്കിലാണുള്ളത്. അതുപോലെ തന്നെ ഡൈനാമോ അതുപോലെ സ്റ്റാർട്ടിംഗ് മോട്ടറൊക്കെ നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ എൻജിൻ റൂമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. ഈ ഒരു ബ്ലൂ കളറാണ് നമ്മുടെ ബോഡിക്ക് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻജിൻ റൂമിലും ഈ ഒരു ബ്ലൂ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി പാനലിൽ ചെറിയൊരു വെൽഡിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവിടെ ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ റൂമിൽ ചെറിയ വേറെ പാച്ച് വർക്കുകളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു എൻജിൻ റൂമിൽ ചെയ്തിരിക്കുന്നത്. എൻജിൻ റൂം നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്ലൂ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ സൈഡിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ പെയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. പെയിൻറ്റ് ചുരണ്ടി കളഞ്ഞ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തുരുമ്പുള്ളത് നമുക്ക് കാണാം. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നല്ല തുരുമ്പുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ റണ്ണിങ് ബോർഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ മുറിഞ്ഞു പോരും. അത്രയും നൈസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും നൈസ് രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് തുരുമ്പ് പിടിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ റണ്ണിങ് ബോർഡും അതുപോലെ തന്നെ ആ ഒരു വീലിൻ്റെ ഭാഗത്തെ പീസും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് തുരുമ്പ് കാരണം. അപ്പോൾ ഇനി അവിടെ വേറെ പുതിയ പീസും കാര്യങ്ങളൊക്കെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് അവിടെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ആ ഒരു ഭാഗത്ത് നമ്മൾ വേറെ പീസ് വെച്ച് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് അത് അടിച്ച് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഓരോ ഭാഗത്തും തുരുമ്പുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പീസുകളാണ് ഉണ്ടാവുക. ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ അടിച്ച് ലെവലാക്കി ഫിനിഷിങ്ങിൽ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു പീസ് വെക്കുമ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ പീസ് ആ ഒരു വലിയ പീസിൽ വെൽഡ് ചെയ്യുന്നത്. അതിനായിട്ട് അത് ലെവൽ ചെയ്തെടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്യാസ് വെൽഡർ വെച്ചിട്ട് ആ ഒരു പീസിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇതുപോലെ നല്ല ടൈം എടുത്തിട്ടാണ് ഓരോ ഭാഗത്തെയും വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വർക്ക് ഇത്രയും ഡിലേ ആകുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസം നമ്മുടെ വെൽഡർ ലീവായിരുന്നു. അപ്പോൾ ഇന്നാണ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത് വർക്ക്. അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗത്തും നല്ല രീതിയിൽ ശ്രദ്ധയോടെയാണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനിയൊരു 10 ദിവസം കൊണ്ട് നമ്മുടെ വണ്ടിയുടെ വെൽഡിങ് വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് 1-ാം തീയതി വണ്ടി തരാമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ട് തന്നെ വെൽഡിങ് വർക്ക് ഫിനിഷ് ആകാനായിട്ട് 10-ാം തീയതി ആ ഒരു ഡേറ്റൊക്കെ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ സ്പെയറും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ അതുപോലെ തന്നെ കോയമ്പത്തൂർ, ഡൽഹി ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രദേശത്തെ സ്പെയർ ഷോപ്പുകളിലും കാര്യങ്ങളിലും ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഏതെങ്കിലും സ്പെയർ ഷോപ്പിലൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് അറിയുന്നതായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് നല്ല ഡിലേ വരുന്നത്. ആ ഒരു സ്പെയർ കൊറിയർ ചെയ്ത് ഇവിടെ എത്താനുള്ള ആ ഒരു ടൈം, അതുപോലെ തന്നെ നമ്മൾ അത് അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിക്കാനുള്ള ടൈം, ഇതൊക്കെയാണ് ഇതിന് കാര്യമായിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത്. പിന്നീട് ഇതുപോലെ വെൽഡിങ് വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പണി വരുന്ന ഒരു ബോഡിയാണ് ഈ ഒരു ബോഡി എന്ന് പറയുന്നത് തന്നെ. ഓരോ മടക്കുകളും കാര്യങ്ങളൊക്കെ അതുപോലെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിന് നല്ല മെനക്കെട്ട പണിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ചെറിയൊരു മടക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ അടിച്ച് ലെവൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ നല്ല രീതിയിൽ അടിച്ച് ലെവൽ ചെയ്ത് മടക്കിയെടുക്കുകയാണ് ചെയ്യുക. ഓരോ ഭാഗത്തും ഇതുപോലുള്ള പീസുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു പീസ് നമുക്ക് റെഡിമെയ്ഡായിട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമാണത്. അത് നമ്മൾ അടിച്ച് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് തകരം വെച്ചിട്ട് അടിച്ച് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഈ ഒരു പോരായി വരുന്ന പീസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വെൽഡ് ചെയ്തിട്ട് ഇതുപോലെ അടിച്ച് ലെവൽ ചെയ്ത് എടുക്കേണ്ടി വരും. ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ഇന്ന് നടക്കുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് മുൻപ് ഇവിടെ ഉള്ള വണ്ടിയൊക്കെ വർക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. സ്പെയറിന് വെയിറ്റ് ചെയ്യുന്ന വണ്ടികളുണ്ട്.
ഇത് ഇന്ന് വന്നൊരു അംബാസിഡറാണ്. അപ്പോൾ ഇതിന് എന്തോ എയർ ഫിൽറ്റർ പരമായിട്ടുള്ള വർക്കാണ്. ഇത് മുമ്പ് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു അംബാസിഡറാണ്. അതുപോലെ തന്നെ ഇന്ന് വർക്കിന് വന്നിരിക്കുന്ന ഒരു ജിപ്സി ഉണ്ട് ഇവിടെ. ജിപ്സിയുടെ റേഡിയേറ്ററിനാണ് വർക്ക് എന്ന് തോന്നുന്നു. റേഡിയേറ്റർ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം.